ലോകത്തെ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പുരസ്കാരമാണ് പുലിറ്റ്സർ പ്രൈസ്. ആ പുലിറ്റ്സർ പ്രൈസ് നേടിയ ജോസഫ് ലെവ്ലാൻഡ് എന്ന എഴുത്തുകാരൻ ന്യൂയോർക്ക് ടൈംസ് എന്ന വിശ്വവിഖ്യാതമായ പത്രസ്ഥാപനത്തിൻ്റെ എഡിറ്റർ ആയിരുന്ന ആൾ ജോസഫ് ലെവ്ലാൻഡ് എഴുതിയ പുസ്തകമുണ്ട്, ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ദ സ്ട്രഗിൾ. മഹാത്മാഗാന്ധിയെ പറ്റി എഴുതിയതാ. നമ്മൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ അരികിലാണ് കൂടിയിരിക്കുന്നത്. ഈ മഹാത്മാഗാന്ധിയെ പറ്റി ജോസഫ് ലെവ്ലാൻഡ്, ഈ ഗെയിൽ ട്രെഡ്വെലിനെ പോലെ ഒരു വികാരജീവിയല്ല ജോസഫ് ലെവ്ലാൻഡ്. ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, പുലിറ്റ്സർ സമ്മാന ജേതാവാണ്. ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തിന്റെ ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതിയ ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകത്തിൽ ഗാന്ധിജി സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയ 3 കത്തുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കത്തുകളിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്നു, സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ബോഡി ബിൽഡറുമായിട്ട്, ഒരു ശരീര സൗന്ദര്യ മത്സരക്കാരനുമായിട്ട് ഗാന്ധിജിക്ക് പ്രണയമുണ്ടായിരുന്നു. ഗാന്ധിജി ഒരു സ്വർഗരതിക്കാരനായിരുന്നുവെന്ന് അതിവിദഗ്ധമായിട്ട് ജോസഫ് ലെവ്ലാൻഡ് ആ പുസ്തകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നു. എൻ്റെ ചോദ്യം, ബ്രിട്ടാസെ, നിങ്ങൾ ജോസഫ് ലെവ്ലാൻഡിനെ എന്നാണ് കാണാൻ പോകുന്നത്? അയാളും ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടിട്ട് ഗാന്ധിജിയുടെ പിതൃത്വം തകർന്നൊന്ന് പരിശോധിച്ച് ശിവ, അന്ന് കാണാം നിങ്ങൾ ജയിലിലാണോ പുറത്താണോ എന്നുള്ളത്. കാരണം രാഷ്ട്രീയ അധികാരമുള്ളതുകൊണ്ട് കളിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ജോൺ ബ്രിട്ടാസൻ 2 പേടിയുണ്ട് കേട്ടോ. ഗെയിൽ ട്രെഡ്വെലിനെ അമ്മ നന്നായി മലയാളം പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടന്നത്. അവർ ഇംഗ്ലീഷുകാരിയായിരുന്നെങ്കിൽ 10 സെന്റൻസ് പറയുമ്പോൾ 8 ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തുന്ന ബ്രിട്ടാസ് അവിടെ പോവില്ലായിരുന്നു. അതും പറയാം. നിങ്ങൾ TV ചാനലിൽ ഇന്റർവ്യൂ കണ്ടാൽ അറിയാലോ എത്രത്തോളം ഗ്രാമർ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത്. ആ മദാമയെ നല്ലോണം മലയാളം പഠിപ്പിച്ച അമ്മ ഉള്ളത് കൊണ്ട് അതിനും ബ്രിട്ടാസ് അമ്മയോട് നന്ദി പറയണം. കാരണം എല്ലാവരും നിങ്ങൾ ഇന്റർവ്യൂ കുളമായേനെ. ബ്രിട്ടാസ് ചോദിക്കും അരി എത്ര, മദാമ പറയും പയർ 5 അടി. അപ്പോൾ ബ്രിട്ടാസ് കേൾക്കുമോ ചെറുപയർ 10 കിലോ അല്ലേ എന്ന്.